പഴകി ദ്രവിച്ച് പൊളിഞ്ഞു വീഴാറായിരുന്ന കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റേഷൻ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസിന് മുമ്പാകെയാണ് ഞാൻ ആദ്യമായി സമർപ്പിച്ചിരുന്നത്. വളരെ വേഗതയിൽ തന്നെ അന്ന് ഗവൺമെൻറ് അതിന് അനുമതി നൽകുകയും 65 കോടി രൂപ ചെലവിൽ ഇന്ന് കാണുന്ന ഈ പുതിയ KSRT സമുച്ചയം പണിതുയർത്തുകയും ചെയ്തു. വളരെ സൗകര്യപ്രദമായ നിലയിലാണ് ഈ ബസ് സ്റ്റേഷൻ്റെ നിർമ്മാണം. അണ്ടർഗ്രൗണ്ടിൽ 400ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന അതിവിശാലമായിട്ടുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ തൊട്ടു മുകളിലായി വിശാലമായിട്ടുള്ള ഷോപ്പിംഗ് മാളുകൾക്കുള്ള സൗകര്യം. അതിൻ്റെ അടുത്ത നിലയിലാണ് ബസ് സ്റ്റേഷൻ വരുന്നത്. അവിടെ യാത്രക്കാർക്ക് കാത്തു നിൽക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ, മറ്റതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഓഫീസ് സൗകര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതുപോലെ അതിനോട് തൊട്ടടുത്ത കെട്ടിടത്തിലാണ് ഈ ജില്ലാ ബസ് സ്റ്റേഷൻ്റെ ഓഫീസുകളും മറ്റ് വർക്ക്ഷോപ്പും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. 40 ബസ്സുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന ക്രമീകരണം ഇവിടെയുണ്ട്. അതേപോലെ അതിൻ്റെ തൊട്ടുമുകളിലായി ഫുഡ് കോർട്ടും പിന്നീട് 10 നിലകൾ വീതമുള്ള 2 ടവറുകളുണ്ട്. അത് മൾട്ടിപ്ലക്സ് സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഹോട്ടലുകളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കമേഴ്സ്യൽ സ്ഥാപനങ്ങൾ നടത്താനെല്ലാമുള്ള സൗകര്യവും അതിനകത്തുണ്ട്. ഇന്ന് യാത്രക്കാർക്കും ജീവനക്കാർക്കും എല്ലാം വളരെ സൗകര്യപ്രദമായ നിലയിലേക്ക് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാനായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനായിട്ട് കോഴിക്കോട് KSRTC ബസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്.